അമ്മ ഞാനല്ലേ അമ്മയുടെ ആദ്യം മേക്കപ്പ് ചെയ്തേരാന്ന് പറഞ്ഞത്. ആ നീ പറഞ്ഞത് ശരി തന്നെയാന്ന്. പക്ഷെ നീ എനിക്ക് മേക്കപ്പ് ചെയ്യണ്ട. നീ ചെയ്യണ്ട. കാരണം പറ. നീ മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഉണങ്ങിയ തേങ്ങ പോലെയാവും എന്റെ മുഖം. അതുകൊണ്ട് അപ്പൊ ഉണക്കത്തേങ്ങയുടെ പോലെ ആവണമെങ്കിൽ ഇവിടെ കൊണ്ട് മേക്കപ്പ് ചെയ്താൽ തേങ്ങ പോലെ ആക്കി തരാൻ ചേച്ചി. എന്നെ ആരും ഉണക്കത്തേങ്ങ ആക്കണ്ട. അമ്മ നോക്കിക്ക് അമ്മയുടെ മുഖം മൊത്തം കൊളാക്കി തരും. നീ പൊടി അവിടുന്ന് അങ്ങനെ കൊളാക്കിങ്ങി അമ്മ അങ്ങ് സഹിച്ചോളും. കേട്ടാ സഹിക്ക്. പിന്നെ ഇത് എന്റെ സാധനങ്ങളാ. ഇതാ പിന്നെ അതൊക്കെ പണ്ട്. ഇതിപ്പോ എന്റെ സാധനം. അതെങ്ങനെ പണ്ടാകും? അമ്മ കണ്ട കുശുമ്പ്. അമ്മയ്ക്കൊന്ന് മേക്കപ്പ് ചെയ്ത് സുന്ദരിയാക്കാന്ന് വെച്ചപ്പോ നീയല്ലേ എന്നോട് പറഞ്ഞ നിന്റേതായതൊക്കെ. എന്റെ അമ്മ എന്റെ ആണ്. ഒന്ന് പറഞ്ഞ എങ്ങനെയാണ് മോളുടെ ആയെന്ന്. എനിക്ക് അച്ഛൻ പൈസ കൊടുത്തു മേടിച്ചു തന്നു. ഞാൻ മേക്കപ്പ് ചെയ്യാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് പുച്ഛമായിരുന്നില്ലേ? അമ്മ എന്റെ സാധനം വെച്ച് മേക്കപ്പ് ചെയ്യണ്ട. അത് നീ മേക്കപ്പ് ചെയ്ത് തന്നാ കൊളാവുന്ന ഉദ്ദേശിച്ചേ. മേക്കപ്പ് ചെയ്യുന്ന പ്രൊഡക്റ്റ് ആര് ചെയ്താലും അപ്പൊ എനിക്കും ചെയ്യാം. അത് ചെയ്തോട്ട് ചെയ്വക്കളെ. തരൂല്ല. മര്യാദക്ക് തന്നു. ഇല്ല മര്യാദക്ക് തന്നു. തരൂല്ല. എനിക്ക് വാങ്ങാറിയാം. ഭംഗിയാകേണ്ടതാണ്. വൃത്തിയുടെ പിള്ളേർപ്പരൊന്ന് കൂട്ടുകൂടരുതെന്ന് ഞാൻ പറഞ്ഞത് അതുകൊണ്ടാ. ഓ അങ്ങനെയാ. ശരി, എന്നാ നീ അവിടെ ഇരിക്കും. ഇല്ല ഇവിടെ പോവാണ്ട് എനിക്ക് അത്ര സേഫ്റ്റി. ഞാൻ ഇത് കൊണ്ട് എന്റെ അച്ഛമ്മയ്ക്ക് ഞാൻ ഇട്ട് കൊടുക്കും. അച്ഛമ്മേനെക്കാട്ടി സുന്ദരി ഞാനായാല് ഞാൻ ചെയ്തുതരാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അമ്മയ്ക്ക് പുച്ഛല്ലേ ഇറങ്ങി. അതാ ഒരു മിനിറ്റ് അവിടെ നീ അവിടെ ഇരുന്നേ. ഞങ്ങള് രണ്ടുപേരും കൂടെ ചെയ്യാം. അങ്ങനെയൊന്നും ചെയ്യേണ്ട മുഖമൊന്നും എനിക്കില്ല. നീ എല്ലാരും കൂടി എന്റെ മുഖം കൊളാക്കരുത്. വാ നന്നായി ചെയ്യോ? നന്നായി ചെയ്യോ? ഞാൻ പോകും. മതിയാ എല്ലാം എടുത്തു. ഇനി എന്താ ചെയ്യാ? ആകെ ഒരു ഉണ്ണിക്ക പ്രശ്നമുണ്ട്. ഈ ബെഞ്ച് ഇവിടെ കിടന്നാൽ ശരിയാവത്തില്ല. ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ ഞാനായിരിക്കണം നല്ല ഭംഗി ഉണ്ടാവുന്നത്. അടിക്കും. ബ്രഷ് ഇല്ല. ഇതിന്റെ ഉള്ളില് ഞാൻ എന്നാളും ഒരു ദിവസം അവൾ ഇടുമ്പം കണ്ടായിരുന്നു. ഇതാ ഇതൊന്നും പോരാ എനിക്ക് ചെയ്യാനായിട്ട്. എന്റെ മുടിയല്ലേ ഇങ്ങനെ മതിയാ? നോക്കിയേ ആകെ മതി. കമ്മലെല്ലാം പൊട്ടിപ്പോവില്ല ഇങ്ങനെ വലിച്ച് ഇതാക്കിയാൽ. ദേശമെന്റ് 6-7 ബ്രഷ് എടുത്തോണ്ട് അയാള് മേടിച്ചിട്ട് വന്നേമ്മ. എനിക്ക് ചെയ്യണ്ട അമ്മയുടെ കഴിഞ്ഞിട്ട്. മോശമായി പോയി. നീ എന്നോട് എന്താ പറഞ്ഞത്? നിന്റെ സാധനമാണല്ലേ എന്നോട് പറഞ്ഞത്. അമ്മ എന്റെ സാധനമാണത്. ആ പെരട്ട പെണ്ട് എടുത്തോണ്ട് പോയതാ പറ്റിച്ച്. അവള് പറഞ്ഞത് അവളതാന്നല്ലേ? നമുക്ക് വട്ടമൊക്കെ കുശുമ്പാണ്. അല്ല നീ വായി എടുത്ത കളവേ പറഞ്ഞു തേക്ക്. എന്താ വെച്ചാൽ ഇനി നല്ല രീതി തേക്ക് മക്കളെ. പൊണ്ണല്ലേ വാ. ഫോട്ടോ എടുക്കുമ്പോ ഭംഗി വേണ്ടേ? വാ. അങ്ങനെ പറയല്ലേ? വാ. എന്റെ ചക്കുടും അല്ലേ? വാ. അങ്ങനെ പറയല്ലേ? അമ്മയുടെ മോളല്ലേ? വാ. സോറി പറ. സോറി പറ. സോറി. അല്ലേ ഒന്ന് നല്ലൊരു വൃത്തിയാക്കി എന്നെ തന്നാട്ടെ. ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഈ രണ്ട് അടയ്ക്കാമ ബാക്ക്ഗ്രൗണ്ട് കിട്ടും. ഇനി ഇരുത്തിയെടുക്കാം. അല്ലെങ്കിൽ വേണ്ട എല്ലാവരും കൂടെ നിർത്തിയെടുക്കായിരിക്കും അല്ലേ? അത് ഒരു ഭംഗിയായിരിക്കും. ഇങ്ങനെ നിന്നാ നല്ല ഭംഗി ഉണ്ടാവില്ലേ? അതെ അച്ഛൻ വന്നേ. എന്തേ വന്നേ. എന്താടി റെഡി ആവണ്ടേ? അത് റെഡി ആയിക്കൊണ്ടിരിക്കല്ലേ? ആ ഫോട്ടോഗ്രാഫർ ഇപ്പൊ ഇങ്ങോട്ട് വരും. അതിനുവേണ്ടി ഫ്രെയിം ഫിക്സ് ചെയ്യല്ലേ ഞാൻ? ഈ റെഡി ആവലല്ലേ ഈ കോലം റെഡി ആക്കണ്ടേന്ന്. സമാനം ഉണ്ട്. അയാൾ ഇങ്ങോട്ട് വരും. പെട്ടെന്ന് റെഡിയാക്കണം. അച്ഛൻ റെഡി അല്ല, ഇങ്ങോട്ട് വന്നേ. എടി ഞാൻ റെഡിയാ. നീ എന്തോ റെഡിയാവാനാ? ഈ കോലത്തില്ല. എന്തോന്ന് കോലം? ഇതൊക്കെ കറക്റ്റ് കോലം തന്നെയാ. അഴിച്ചിടും. നല്ല ഡീസന്റ് ആയിട്ട് ഇങ്ങനെ നിന്ന് കൊടുക്കും. അവൻ എടുക്കും. എന്റെ അച്ഛൻ ഇനി ഈ നൂറ്റാണ്ടിൽ നമുക്കൊരു ഫാമിലി ഫോട്ടോ എടുക്കാൻ പറ്റത്തില്ല. വേണ്ട. അതുകൊണ്ട് അച്ഛൻ നല്ല കുട്ടപ്പനായിട്ട് സുന്ദരനായിട്ട് നിൽക്കണം. ഇനി ഈ നേരത്തെ ഞാൻ ബ്യൂട്ടി പാർലറിൽ പോവാനാ? ഞാൻ ഇവിടെ ഉള്ളപ്പോഴാ ബ്യൂട്ടി പാർലറാ? നീയാ? അത് എനിക്കെന്താ പ്രശ്നം? അയ്യേ, ഞാൻ നല്ല സൂപ്പറായിട്ട് മേക്കപ്പ് ചെയ്യും. നീ നല്ല സൂപ്പറായിട്ട് മേക്കപ്പ് ചെയ്യണ്ട. നീ ചെയ്യത്തുമില്ല. അപ്പൊ അച്ഛൻ എന്നെ പുച്ഛല്ലേ?
ഇനി പുച്ഛമല്ല, നിനക്ക് ചെയ്യാൻ അറിയാവോ? കാര്യമായിട്ട് വെച്ചതാ. ചെയ്യണോ വേണ്ടയോ? നീ അതും പറഞ്ഞ് പിണങ്ങണ്ട, വാ നമുക്ക് പോയി ചെയ്യാം. ഞാൻ അച്ഛന് സുന്ദര കുട്ടപ്പനാക്കും. നീ സുന്ദര കുട്ടപ്പനൊന്നും ആക്കണ്ട, ഈ പ്രകാശനാക്കിയാ മതി. ബാനേ ചേട്ടാ ഞാൻ ആംബുലൻസ് വിളിക്കണം. കുണി ഒന്നാമത്തെ തകർത്ത് നിൽക്കുക, നീ മാറിപ്പോ. അല്ല ഞാൻ ആംബുലൻസ് വിളിക്കണോ? നിന്റെ ബോഡി എടുക്കാനാ? അല്ല ചേട്ടന്റെ ബോഡി കൊണ്ടുപോയി. എന്റെ കയറത്തിൽ നിന്ന് മാറി നിന്നോ, എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. പോ പോ പോ. ഈ ദേശം വന്ന വല്ല കാര്യമായി പോയി. മാറ് മാറ് മാറ്. ഓ കഴിക്കുന്നു. അല്ലടാ, നിങ്ങൾ രണ്ട് ഈ ഫാമിലിയിലുള്ളതൊന്നല്ലേ? എന്താണ് ചോദിച്ചതിന് ഉത്തരം തരാത്തെ? ഫാമിലി ഉള്ളതല്ല, എന്താ പോലെ കണ്ടാ മനസ്സിലാവില്ലേ? പിന്നെന്താടാ ഫാമിലി ഫോട്ടോ എടുക്കാൻ വരാത്തെ? അത് ചേട്ടന്റെ ഈ ചൊറിച്ചില് കഴിയണ്ടേ? എനിക്ക് നാണമില്ലടാ സഞ്ജു ആ ചെക്കനെ ഇട്ട് ഇങ്ങനെ ചൊറിയാൻ വേണ്ടിട്ട്. എന്റെ ചൊറിയുടെ കാര്യം അല്ല അമ്മ. ഇതുണ്ടോ, ഇത് ചൊറിച്ചില്. നല്ല പോലെ ചൊറിയുന്നുണ്ടാ? പിന്നെ ചൊറിച്ചിൽ അൺസഹിക്കപ്പെടാമോ? ഇത് വായിലോട്ടും പോയിട്ട് വായും കഴിക്കുന്നു. അയ്യോ, എന്നാ ഒരു കാര്യം ചെയ്യാം, ഫോട്ടോ എടുക്കുന്ന സമയത്ത് മക്കൾ ചൊറിയണ്ട. ചൊറിയാൻ ഇങ്ങനെ തോന്നുമ്പോ ഫോട്ടോ എടുത്തു കഴിഞ്ഞിട്ട് ചൊറിഞ്ഞോ. അമ്മയ്ക്ക് എന്റെ അവസ്ഥ എവിടുന്നത്? ഒരു ഫാമിലി ഫോട്ടോ ആവരുത്. അമ്മ എന്നെ പറ്റിയത് ഞാൻ പറഞ്ഞുതരാം. ഒരു പ്രാവശ്യം മധുവേച്ചിന്റെ ഏതോ ഒരു ലൈവ് സ്ട്രീമിന് ഏതോ ഒരു പെണ്ണുമുള്ള ചേട്ടന് മീശ വെച്ചാൽ രസം ഉണ്ടാവും എന്ന് പറഞ്ഞു. ഇത് ചേട്ടൻ ചെന്ന അച്ഛമ്മയോട് പറഞ്ഞു. അച്ഛമ്മ എന്തൊക്കെയോ ഒരു പച്ചമരുന്നൊക്കെ കലക്കിയിട്ട് മീശ ഒക്കെ വരും എന്ന് പറഞ്ഞിട്ട് ചേട്ടന് കലക്കി കൊടുത്തു. അപ്പോഴാണ് ഇത് സംഭവിച്ചത്. ഇവനെ വിളിച്ചോണ്ട് കിണിക്കുന്ന പോകറി എല്ലാം കൂടെ ചെവിക്ക് വിളിച്ചിട്ട് നിന്ന് സൗകര്യം കിടത്താൻ. എന്നാലും ആദ്യമായിട്ട് ഒരു ഫോട്ടോ എടുക്കുന്നത് കൊണ്ടല്ലേടാ ഞാൻ പറയുന്നത്. ഒന്ന് പെട്ടെന്ന് ഒരുങ്ങി വാ. ഫാമിലി മെമ്പർ അല്ല, നിങ്ങൾ പോയി എടുത്തോ. മാറ്. എനിക്ക് ഫോട്ടോയും വേണ്ട ഒരു തേങ്ങ. കല്യാണം എല്ലാം കഴിച്ച മക്കളായി എന്റെ സ്ഥാനത്ത് എത്തുമ്പോൾ എനിക്ക് ഇതിന്റെ എല്ലാം വില മനസ്സിലാവുള്ളൂ. അമ്മ എടുത്താനാ ഈ ചൊറന്നോട് ഞാൻ പ്രസവിക്കാൻ കൂടെ ചെയ്യാം. പോ. ഞാൻ പ്രസവിക്കാനാ പറഞ്ഞത്. അല്ല അമ്മ, അപ്പൊ എനിക്ക് കല്യാണം കഴിക്കുമ്പോ ഈ ഇതൊക്കെ അറിയാൻ പറ്റും? ഉണ്ടാണ്ടിക്കടാ ചക്ക മുട്ടയെന്ന് വിരിഞ്ഞിട്ട് അതിന് മുമ്പിലെ ഓരോന്ന് ചോദിച്ചോണ്ടിരിക്കുന്നത്. എടാ എനിക്ക് ചൊറിയുന്നല്ലടാ. കേറി പോക്കോ, ഞാൻ വല്ല പറയും കേട്ടോ. മക്കള് പോയിട്ട് ഡ്രസ്സ് മാറ്റും, വേറെ ഡ്രസ്സ്. അല്ല ഞാൻ ഈ ഡ്രസ് ഇത് വേണ്ട, ഇത് വേണ്ട, ഇത് ശരിയില്ല. ഇതാണ്. എടാ സഞ്ജു ഈ ഡ്രസ്സ് മതിയാടാ. ഇവനെ നോക്കിയടാ, നല്ലുണ്ടാ നോക്കിയാ. ഒരു കോണം തുന്നിക്കോളൂ, അവൻ ഇട്ടോളൂ. നീ വാ, ഞാൻ മുടിയെല്ലാം ചെയ്ത് വൃത്തിയാക്കി തരാം. പെട്ടെന്ന് വാട്ടാ. ആ എടുക്ക്. ചേച്ചി മേക്കപ്പ് ഇടല്ലേ? അല്ല, എനിക്കൊരു സഹായം വേണമായിരുന്നു. സഹായം ചെയ്യാൻ എന്താ വല്ല ഹെൽപ്പ് സെന്ററോ? ചേച്ചി എന്റെ ചേച്ചിയല്ലേ ചേച്ചി? ഞാനൊരു സഹായം ചോദിച്ചാൽ ചേച്ചി ഹെൽപ്പ് ചെയ്യണ്ടേ എന്നെ? എന്താ പറഞ്ഞേ? ചേച്ചിയല്ലേ? ഇത്ര നാളെ ഈ ചേച്ചിയൊന്നും കണ്ടില്ലല്ലോ. ഒക്കെ നമ്മള് ഇടയ്ക്കിടയ്ക്ക് കടിയൊക്കെ ഉണ്ടാവില്ല. ഇതൊക്കെ വലിയ കാര്യമാണോ? എന്നെ ഒന്ന് സഹായിക്ക്. എന്താണാവോ? ഞാൻ അത്യാവശ്യം മേക്കപ്പ് ചെയ്തു, പക്ഷെ എന്തോ ഒരു വ്യത്യാസം. എനിക്ക് ഒന്ന് സെറ്റാക്കി തരൂ. നമ്മള് പിന്നെ മേക്കപ്പ് ഒക്കെ ചെയ്യുമ്പോ ഭയങ്കര അലമ്പല്ലേ, തന്നെ ചെയ്താ. ഞാൻ ചുമ്മാ പറഞ്ഞതാ, ഒന്ന് ചെയ്തതാ. എന്തോ ചുമ്മാ പറഞ്ഞതാ. സൗകര്യം ചെയ്തരോ പ്ലീസ് പ്ലീസ്. കാലുടിക്ക്. കാലോ അത്രയ്ക്ക് വേണം ചേച്ചി? ഇതാണ് ചെയ്തതാ. നേരത്തെ കൊണ്ടുപോയ സാധനങ്ങളൊക്കെ എന്തേ? അത് കൊണ്ടുവന്നോളാം. ആ മര്യാദക്ക് കൊണ്ടുവരണം. കൊണ്ടുവെക്കാം. അനുസരണയുള്ള കുട്ടിയായിട്ട് ഇരിക്കും. തുടച്ചാലോ? കുറച്ചോളാണോ? ആ മഹാവൃത്തിയാടാ. അത്രയ്ക്ക് വൃത്തിയാടാ. കുറച്ച് തുടച്ചോളാം. വലിച്ചു വരി തേച്ച ഇങ്ങനെയൊന്നും അല്ല മേക്കപ്പ് ചെയ്യാ, വൃത്തിയിൽ ചെയ്യണം. കണ്ട? അല്ല എനിക്ക് മേക്കപ്പ് ചെയ്യാനൊക്കെ അറിയാം, ബാക്കിയുള്ളവർക്ക് ഞാൻ നന്നായിട്ട് ചെയ്യും. പക്ഷെ എന്റെ മുഖത്ത് വെക്കുമ്പോഴേ എനിക്ക് കൈ വിറയ്ക്കും. പെൻപ്പിച്ചു വിട്ടാനാ ഞാൻ. അല്ല ചെയ്തു.
അല്ല നേരത്തെ എന്താ പറഞ്ഞല്ലോ കൈ വിറയ്ക്കുന്ന എന്ത് എന്നെ വെറുതെ ഇങ്ങനെ കളിയാക്കുന്നേ? എനിക്കിങ്ങനെ ഇവിടേക്ക് ഇങ്ങനെ തിളങ്ങണം. ഇവിടെ മറ്റേ സംഭവം ഉണ്ടല്ലോ, ഹൈലൈറ്റർ. അയ്യോ അത് ഒരുപാട് വാരത്തേക്കല്ലേ. മിണ്ടരുത്. മിണ്ടാണ്ടിരിക്കാൻ പറ്റുമോ? ആ അടച്ചിരിക്കോ? എനിക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യും. ഇങ്ങനെ വേണം ചേച്ചിമാരോട് പെരുമാറാൻ കേട്ടാ. ഹലോ ഹലോ, പ്രകാശൻ പാപ്പാനിയുടെ ഇവിടെ. പ്രകാശൻ പാപ്പാനി അല്ല, പാപ്പാടി ഞാനാണ്. ആരാ? ഞാൻ ആ വേണുകൂട്ടം പറഞ്ഞു വിട്ടിട്ട് വന്നാ. ആ, ഫോട്ടോഗ്രാഫർ. അതെ, ഞാൻ വിളിക്കാം. അതെനിക്ക് പോയിട്ടെ, വേറെ ഇച്ചിരി പരിപാടികളാണ്. പെട്ടെന്ന് വിളി. ഓ, ഞാനിപ്പോ പുഷ്പേ, അമ്മോ, പിള്ളേരെ ഫോട്ടോഗ്രാഫർ വന്നു. ഇതെന്റെ ഭാര്യ പുഷ്പ. ഇതാ നമ്മുടെ ഫോട്ടോഗ്രാഫർ വേണുകുട്ടൻ പറഞ്ഞിട്ട് വന്നയാള്. സിനിമയിലെല്ലാം ഫോട്ടോ എടുത്ത. സിനിമയിലൊന്നും ഫോട്ടോ എടുത്തിട്ടില്ല, സിനിമയെ കണ്ടിട്ടുണ്ട്. സിനിമ കടി അമ്മ വന്നു. അമ്മേ, അമ്മ ഇത് വേണുകുട്ടൻ പറഞ്ഞ ഫോട്ടോഗ്രാഫർ. പിള്ളേരെ കൂടെ വിളിക്കാം. അയ്യ അമ്മ ഇത് ഓവറാ അമ്മ മേക്കപ്പ്. അമ്മ വലിയ ഓവറൊന്നുമല്ലേ, ഇത് ഇച്ചിരി ഓവറാണെന്ന് സംശയം. കറക്റ്റ് എനിക്കും തോന്നി ഇത്തിരി ഓവറാ. അത് കറക്റ്റാ. കൃഷ്ണയായിരിക്കും അല്ലേ ഇതെല്ലാം ചെയ്തേ? അല്ല, ഞാൻ തന്നെയാ. എനിക്ക് കൃഷ്ണയായത്. നിങ്ങളത് അത്ര വലിയ പ്രശ്നമില്ല. ഇത് ഫോട്ടോ എടുക്കുമ്പോ ഇങ്ങനെ എടുത്ത് കാണിക്കത്തില്ലേ? അല്ല, അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാവുന്ന കാര്യമുള്ളൂ. നിങ്ങളെന്നാ റെഡിയാവാ, എന്നാ ഞാനെന്നാ ഫ്രെയിമൊക്കെ ഒന്ന് നോക്കാം. ഓക്കെ, ശരി. ഇത് എന്നോ ഓവറാടി. ഇത് ഇത് ഓവറൊന്നല്ല, ഇത് കണക്കാ. ഇത് വവ്വാല് കണ്ടാ കടിച്ചോണ്ട് പോകും. മാങ്ങൊക്കെ പഴുത്തിരിക്കുന്നു. നോക്കിയാട്ടെ എന്തിനാ മുടിയെല്ലാം കെട്ടി വെച്ച് നോക്കിയാ പണ്ട് 90s കെട്ടി വെച്ച പോലെയുള്ളത്. ഒരു സിനിമയുടെ ലുക്കുണ്ട്. എന്താ എന്റെ അമ്മയ്ക്ക് ഒരു കുറവും വേണ്ട. അവക്ക് വിവരം ഇല്ലാഞ്ഞിട്ടാടാ. അയാളോട് കണ്ടിങ്ങനെ കാണിച്ചിട്ടാ അത് പറഞ്ഞത് ഞാൻ ഓവറാന്ന് പറയാ. അതാ ഇനി ഇവിടെ കിടന്ന് വഴക്കിടണ്ട അയാളുടെ മുമ്പിൽ. ഞാൻ പിള്ളേരെ വിളിച്ചോണ്ടിരാം. പിള്ളേരെ ഫോട്ടോഗ്രാഫർ ഒന്ന് കണ്ടോ ഞാൻ അവനെ കണ്ണു കാണിക്കുന്നു. എന്തിനാന്നമ്മ ഇതെല്ലാം ഒരു ഗ്രൂപ്പിലെല്ലാം ഇടേണ്ട ഒരു ഫോട്ടോ അല്ലേ? എന്തിനാ ഇത് കണ്ടത്? അസൂയ അല്ല വേറെ പറയാൻ അവളോട്. എന്തിനാ അസൂയ? എന്നെ കണ്ടപ്പോ നിനക്ക് അപ്പൊ തുടങ്ങിയതാ ഒരു ചൊറിച്ചില്. ഭയങ്കര അസൂയാണ് എനിക്ക്. ഞാൻ പോയി എന്റെ ഒരു ഒറ്റയ്ക്ക് ഒരു ഫോട്ടോ എടുത്തിട്ട് വരട്ടെ. ഇതെന്തിനാ ബാക്കിൽ മുടിയൊക്കെ ആക്കി വെച്ചത് നോക്കിയാട്ടെ. അയ്യോ എന്റെ അപ്പ എനിക്ക് വയ്യ. അയ്യോ എന്താടി കുഴപ്പം എന്റെ മുടിക്ക്? ഇവിടെന്താ വേളം? എന്റെ മുടി കെട്ടി മുടിയുടെ ബാക്ക് സൈഡ് നോക്കി. എന്തിനാ ഇത്? അതെ, അമ്മയല്ലേ, അമ്മയ്ക്ക് എന്തും ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. അമ്മയുടെ പ്രായത്തിനനുസരിച്ചിട്ട് ചെയ്യണം. നീ നിന്റെ മുഖം നോക്കിയാൽ മതി. അമ്മയുടെ മുഖം അമ്മ നോക്കിക്കോളൂ. ഇനി അമ്മ പഠിപ്പിക്കാറായ നീ. അമ്മ എന്താ ചേച്ചി? എന്തിനാ സൈഡിൽ നിനക്ക് എന്തിന്റെ കേടായിരിക്കും ഒച്ച? ഞാൻ ഇത് നോക്കിയാട്ടെ. ഇതല്ല എന്തൊരു കോല ഇത്. ഈ വീട്ടിലെ അവസ്ഥ ഇങ്ങനെയല്ല ആരെങ്കിലും ഫോട്ടോ എടുക്കും എന്നൊന്നും ചിന്തിച്ചു നോക്കി. എത്ര എടുത്ത് പോകും ഈ ഫോട്ടോ ഷെയർ ചെയ്തിട്ട്? ഞാൻ അങ്ങനെ അങ്ങ് എടുക്കാൻ കൂടുന്നില്ല. നീ എടുക്കണ്ട. അമ്മ എന്താന്ന് ചേച്ചി ഇവിടെ കിടന്ന് ബഹളം വെക്കാതെ, നാട്ടുകാർ മുഴുവൻ അറിയും. നിരുപ്പ് നോട്ടം കേട്ടോ. ഞാൻ ഇങ്ങനെ ഒരുങ്ങുന്ന ഒന്നും ഇഷ്ടമല്ല. റെഡാക്കി വെച്ചു. ഈ വിചാരം ഫോട്ടോയിൽ ഇങ്ങനെ എടുത്ത് റെഡായി ഇങ്ങനെ കാണുന്ന വായ ഇടക്കി വെച്ചോ, ഇല്ലേ പുറത്തിറങ്ങി നടക്കാൻ പറ്റാതെ നാണം കേട്ടിട്ട്. അമ്മ എന്തെന്നാ ഒറ്റയ്ക്ക് ഫോട്ടോ എടുക്കണമെന്ന് മറ്റേ പറഞ്ഞില്ലേ? പോയി എടുത്തു പോ. ഞാൻ പോവാ. പൊക്കോ. ഞാൻ ഫോട്ടോ ഓട്ടം കണ്ട മറിഞ്ഞിട്ട് ചാടി അങ്ങനെ വീണിട്ടുണ്ടെങ്കിൽ ആ ഫോട്ടോ എടുക്കൽ നിന്നേനെ. എന്തോ ഒരുങ്ങി കെട്ടിട്ട് വന്ന കാര്യം ഈ മുഖം തന്നെയല്ലേ അതിൽ വരിക? നിന്റെ മോൻ തന്നെയല്ലേ അതിനകത്തും വരുന്നത്. നിങ്ങളിങ്ങനെ വഴക്കിട്ട് സമയം കാണില്ല. എനിക്ക് പോയിട്ട് 100 കൂട്ടം പരിപാടികളാണ്. ബാക്കിയുള്ളവരൊക്കെ അവിടെ? അല്ല അവര് ഇപ്പൊ വരും. സമയം പോണെന്ന് വിളിക്കുന്നു, വേഗം വിളിച്ചേ. നമ്മളെ രണ്ടാളെയും ഒന്ന് എടുത്തൂടെ? ഞങ്ങളുടെ രണ്ടും കൂടെ ഒന്ന് എടുത്തിട്ട് അവരെ വിളിക്കാം. അതെ, എടുത്തോ, എടുക്ക. അതേ പറഞ്ഞാൽ ഇനിയിപ്പോ അവരും കൂടെ വന്നേ. അച്ഛൻ ഞാൻ കുറച്ചുകൂടി ടച്ചപ്പ് ചെയ്യട്ടെ അച്ഛാ. മിണ്ടരുത്, ഇത്രയൊക്കെ മതി ടച്ച് ഒപ്പൊക്കെ. അതെ, അച്ഛമ്മയുടെ ട്രീറ്റ്മെന്റോട് അവിടെ ഒരാൾ ചൊറിഞ്ഞോണ്ടിരിക്കുന്നുണ്ട്. ആര്? സഞ്ജുവാ? അവൻ ആയുർവേദം പഠിക്കണമെന്ന് എനിക്ക് എങ്ങനെ അറിയായിരുന്നു? അല്ലാതെ അമ്മ ഉണ്ടാക്കി കൊടുത്ത മരുന്നിന്റെ പ്രശ്നമല്ല അല്ലേ? നിങ്ങളൊന്നും വഴക്കുണ്ടാകാതിരിക്കും. എനിക്കിത് കഴിഞ്ഞിട്ട് വേറെ സ്ഥലത്ത് ഫോട്ടോ എടുക്കാൻ പോകാനാണ്. ആ മാലയെല്ലാം എടുത്ത് പുറത്തിടപ്പേ. നിന്റെ പൊട്ടൊന്ന് നേരെ വെക്കടി. അച്ഛാ അവരെ വിളിക്ക്. അവനെ വിളിക്ക്. ഈ അമ്മ ആവശ്യമില്ലാത്ത പണിക്ക് പോയതുകൊണ്ടല്ലേ അവനിപ്പം ചൊറിഞ്ഞുകൊണ്ട് നടക്കുന്നത്. വല്ല കാര്യമുള്ള കാര്യമാണോ? നിന്റെ പെമ്പർ നോക്കിയ പറഞ്ഞപ്പോ അവന് പിടിച്ചില്ല. പിള്ളേരെ വിളിക്ക്. എടാ സഞ്ജു, അപ്പോണേ
അപ്പുണ്ണി മാമോനെ ഇവിടെ വന്നിരിക്കേ. നിന്നെയൊക്കെ നോക്കി എത്ര നേരമായി നിൽക്കാൻ തുടങ്ങിയിട്ട്? സുന്ദരനായിട്ട് എന്റെ മോൻ. എടാ ആ മാസ്ക് എടുത്ത് മാറ്റടാ. മാറ്റണോ? ആ മാറ്റി എടുക്കാം. മാറ്റാവേ. ഫോട്ടോ എടുക്കാൻ കൂളിംഗ് ഗ്ലാസും വെച്ച് മാസ്കും വെച്ച്. അയ്യോ എന്തുവാ? അച്ഛമ്മയുടെ ട്രീറ്റ്മെന്റ് ഫലിച്ചു. എടാ താഴെയൊക്കെ മുളച്ചാടാ. ഉണ്ടാ പണി. ഇതിനൊരു ചിക്കൻ ബോക്സ് ഒക്കെ വന്നോണ്ടിരിക്കുന്നു മോൻ കണ്ട. ഞാൻ എടുക്കുന്നില്ല ഫോട്ടോ, ഞാൻ പോവാം. അവിടെ നിൽക്കേ. ചേട്ടാ നിങ്ങൾ തർക്കിക്കല്ലേ ആ, ഫോട്ടോ വേറെ പണിയുള്ളതാണെന്ന്. താ ഫോട്ടോ എടുക്കാൻ വന്നല്ലേ? ആ ഫോട്ടോ എടുത്തിട്ട് നീ എവിടെങ്കിലും പോയി കയറി. ഇപ്പൊ അവിടെ നിന്ന് ഫോട്ടോ എടുക്ക്. പുഷ്പ ഇങ്ങോട്ട് വന്നേ. അവിടെ ഇരിക്കും, ഫ്രണ്ടിൽ വന്നിരുന്നേ. നീ ഇങ്ങോട്ട് നീ കൂടാ, അമ്മ ഇച്ചിരി തള്ളിയിരുന്ന്. നീ ഇങ്ങോട്ട് നിൽക്ക. നീ ഇവിടെ വാടാ. നീ വിഷമിക്കണ്ട, ഫോട്ടോഷോപ്പ് ചെയ്ത് നിന്റെ മുഖത്തിന് ഭംഗി കൂട്ടാ. നീ ഇവിടെ നിൽക്കുന്നത് ശരിയല്ലേ? എന്നാലും നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ചെയ്തല്ലേ? എന്നാ എന്റെ കൂടെ ഇരുന്നില്ലല്ലോ. നിനക്ക് നീ എന്റെ കൂടെ ഇരിക്കണം. അച്ഛാ ഇവിടെ ഇരിക്കണോ? ഒരു ഫോട്ടോ ഇങ്ങനെ എടുക്കാം, എന്നിട്ട് മാറി ഇരിക്കാം. ചേട്ടാ എടുത്ത ചേട്ടാ പെട്ടെന്നാട്ടെ ചിരിച്ചേ. ചേട്ടാ സ്മൈൽ ചെയ്യണ്ടേ? എടുത്തോ എടുത്തോ. ചിരിക്കും മോനെ, ഓൾമെന്റ് വെച്ച മാറും. ഇപ്പൊ ചിരിക്കും. അതെയാ ചേട്ടൻ പറയുന്നത് ചെയ്യ്. റെഡി? റെഡി? ആ 1 2 3. ഓക്കെ. ഇനി ഒരെണ്ണം കൂടെ ഇങ്ങോട്ട് വന്നിട്ട് അങ്ങനെ കൈ വിറക്കുണ്ടല്ലോ. കൈ വറക്കടില്ല. അമ്മോനിച്ചിട്ട് വലുതാവുമ്പോ മനസ്സിലാവും. ഇനി ഓ ഓക്കെ. നീ എന്തായാലും മാല കോർത്തിട്ടെ. മാല പുറത്തുണ്ട്. ഓക്കെ എടുക്കുവാണേ. ആ പേടിപ്പിക്കുന്ന പോലെയാ. എടുക്കുകയാണേ. താങ്ക് യു. അത് കാണാൻ പറ്റുവാ? കുറച്ചുകൂടെ എടുക്കാം, കുറച്ചുകൂടെ എടുക്കാം. ഈ പിള്ളേരുടെ എടുത്തു. പറ്റൂലേ? പിള്ളേരുടെ മതി. പിള്ളേരുടെ മതി. അടിപൊളി, ഞാൻ നന്നായിട്ടുണ്ട്. എന്നെ ഉണ്ടല്ലേ? എന്നെ മറിച്ചിടുവോ? സുമ്മാവാ. ഞാനല്ലേ നല്ലത്. എനിക്കിപ്പോ ഒന്നും പറയാൻ പറ്റില്ല. ചേട്ടൻ വന്നപ്പോ കള്ളം പറഞ്ഞല്ലേ സിനിമയുടെ ഫോട്ടോ ഒന്നും എടുത്തിട്ടില്ലെന്ന്. ഇത് കണ്ടാ അറിയാം, ഇത് സിനിമ ഫോട്ടോഗ്രാഫർ തന്നെയാ. ശരിക്കും എന്റെ അമ്മയുടെ പാലയില് നന്നായിട്ട് കാണുന്നുണ്ട് അല്ലേ? വിനയം കൊണ്ട് പറഞ്ഞാലേ. വിനയം വന്നങ്ങ് കൂനി അല്ലേ? അങ്ങനെ വിളിക്കാതെ. പിള്ളേര് കാണണം. മതി നിന്റെ മാസ്ക് കൂടാ. വേണ്ട മതി. നീ ഉണ്ടോ? ഞാൻ വലിച്ചു പൊട്ടിക്കും എല്ലാം കൂടെ. ഈ എല്ലാരും ഒന്ന് മാറാൻ ഞാൻ ഒറ്റയ്ക്ക് ഒരു ഫോട്ടോ എടുത്തോട്ടെ. ഇനി എന്നാത്തിനാ അത്? അല്ല ഇനിയിപ്പൊ അത്ര വിഷയം എടുത്തോ. നമുക്ക് മാറാം. ഇച്ചിരി മാറിയുന്നേ. എടുക്കുവാണേ. ഞങ്ങൾ എങ്ങോട്ടാ മാറണ്ടേ? ഇവിടെ നിൽക്കുക. ഇവിടെ ഇത് കഴിഞ്ഞാൽ ഞങ്ങള് വരുവേ. അതൊരെണ്ണം എടുത്തോ. പഠിക്കുന്നു. ആ അല്ല എന്നാ ഇതും കൂടെ അങ്ങോട്ട് വെച്ചോ. ഇല്ല കുളന്നോണ്ടിരിക്കല്ലേ. ആകെപ്പാടെ തിരിച്ചറിയുന്ന കണ്ണു വെച്ചിട്ട് അത് നീ മൂടിക്കളഞ്ഞു. ജയലളിതനെ പോലെ ജയലളിത ഇരിക്കുന്ന എടുക്കോട്ടാ. മാട്രിമോണിയിൽ വെക്കാനാണോ? എടുത്തില്ലേ? ആ ഇനി പിള്ളേര് സൂപ്പറാണ്. പിള്ളേര് നിന്ന് പിള്ളേരുടെ പടം എടുക്കട്ടെ. അമ്മ ഒന്ന് മാറിക്കാം. അമ്മ ഇങ്ങോട്ടോ. ഞാനും പ്രകാശേട്ടന് മാത്രമായിട്ട് അതെടുക്കാം. 4 പിള്ളേരിരിക്കട്ടെ. നീ പിള്ളേര് 4 നിന്നേ ഒരെണ്ണം എടുത്ത്. ഞങ്ങള് പിള്ളേരാണ്. നീ നമ്മളൊരു ഫാമിലി, അങ്ങനെ ഭാര്യയും ഭർത്താവും മക്കളും മാത്രം. റെഡി? സമയമില്ല മോനെ, അതുകൊണ്ടാ. അതെങ്കിൽ അത് എടു.